ശബരിമല സന്നിധാനത്ത് മൊബൈൽ നിരോധനം കർശനമാക്കി. തീർത്ഥാടന കാലത്ത് ആദ്യം മുതൽ തന്നെ 18 മണിക്കൂർ ദർശനത്തിനുള്ള സൗകര്യമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ വെർച്വൽ ബുക്കിംഗ് നടത്തുന്ന ഭക്തർക്ക് ഏതെങ്കിലും കാരണവശാൽ എത്താൻ സാധിച്ചില്ലെങ്കിൽ ബുക്കിംഗ് റദ്ദാക്കി മറ്റു ഭക്തർക്ക് അവസരമൊരുക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. വെർച്വൽ ബുക്കിംഗ് വഴി 70,000 പേർക്കും സ്പോട്ട് ബുക്കിംഗിലൂടെ 10,000 പേർക്കുമാണ് ഇക്കുറി പ്രതിദിനം ദർശനത്തിന് സൗകര്യമൊരുക്കിയിരിക്കുന്നത്. ഭക്തർക്ക് ഏതെങ്കിലും കാരണവശാൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ബുക്കിംഗ് റദ്ദാക്കി മറ്റു ഭക്തർക്ക് അവസരമൊരുക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചു. തീർത്ഥാടന കാലത്ത് ആദ്യം മുതൽ തന്നെ 18 മണിക്കൂർ ദർശനത്തിനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. 18ാം പടിക്ക് മുകളിൽ ഇക്കുറി കർശനമായ മൊബൈൽ ഫോൺ നിരോധനം ഏർപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 18ാം പടി കയറുമ്പോൾ നിർബന്ധമായും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെക്കണമെന്നും ശക്തമായ നിരീക്ഷണമുണ്ടാകുമെന്നും അറിയിപ്പുണ്ട്. ഭക്തരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒന്നാണ് പാർക്കിംഗ്. കഴിഞ്ഞ തവണ 17 പാർക്കിംഗ് ഗ്രൗണ്ടുകളിലായി 8,000-ഓളം വാഹനങ്ങൾ മാത്രമാണ് നിലയ്ക്കലിൽ പാർക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇത്തവണ 3 പാർക്കിംഗ് ഗ്രൗണ്ടുകൾ അധികമായി സജ്ജീകരിച്ച് 2,000 വാഹനങ്ങൾ കൂടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മെട്രോ 7. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്